ബോസ്കണ്ണ പിടിച്ചു അല്ലെങ്കിൽ വെള്ളത്തിൽ പോവും. കത്തിച്ചു വിട്. എത്തി. അങ്ങനെ കയറ്റി നിർത്തടാ. നിർത്ത്. ബ്രേക്കാ ചവിട്ടറാ. ബ്രേക്കോ വഞ്ചിക്കോ? അടുപ്പിച്ചോ. കയറ്റി നിർത്ത്. മുമ്പോട്ട് സൂക്ഷിച്ചിറങ്ങ. കേട്ടി നിർത്ത്. പോട്ടെ കുറച്ചു മുമ്പോട്ട്. നിർത്ത്. ഞാൻ ഇറങ്ങാം. വലിച്ചു കേറ്റ്. നീ പുറകെ പോയി തല. പിടിക്കണേ. ആരും ആക്രാന്തം കാണിക്കേണ്ട ആവശ്യത്തിന് മീനുണ്ട്. അപ്പുറത്ത് പോടാ. തള്ളിക്കോ. ബോസ്കണ്ണ വെറും വഴിക്ക് ബലം പിടിക്കല്ലേ. നീ എന്തായി കാണിക്കുന്നത്? തള്ള. പിടിച്ചോ. ആരെ ഈ കടലിൽ ഇത്രയും സർഫ് കളിക്കിയത്? അതെന്തേ? തിരുമാലയൊക്കെ പതഞ്ഞു പോകണ്ടില്ല. ഒറ്റ ഞൊട്ട് വെച്ചാന്നുണ്ടല്ലോ. ബോസ്കണ്ണ നമ്മൾ എന്തിനാ ഈ കടലിൽ ഡെയിലി പോയി കഷ്ടപ്പെടുന്നത്? നിർത്തി. ഇനി മുതൽ 1-ാം തീയതി മാത്രമേ നമ്മൾ കടലിൽ പോകുന്നു. അതെന്താ? എടാ 1-ാം തീയതി ഇവിടെ ബാറും ബീറും ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കടലിൽ പോയി റെസ്റ്റ് എടുക്കാം. എന്നാ കൊഞ്ച് ചക്കരപ്പൊന്നു പഞ്ചാരമുത്തെ അപ്പച്ചക്കുട്ട മതിയോ കൊഞ്ച്? അതല്ലെന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയായിരുന്നു മുതലാടെ മുമ്പ് പോയിട്ട് നെഞ്ചു പിടിച്ച് നിൽക്കാറില്ലല്ലോ. കാണുമ്പോ തന്നെ മുതലാളി സന്തോഷം കൊണ്ട് തുള്ളി ചാടില്ലേ? അതെയോ? പിന്നെ അണ്ണാ മരിക്കാണ് ഈ കടലിൽ കിടന്ന് മരിക്കാം. എന്താ വെള്ളം കുടിച്ച് മരിക്കാലോ? നാട്ടുകാർ പറഞ്ഞോണ്ട് നടക്കില്ല അവൻ വെള്ളം കിട്ടാതെ എത്തിയത്. ചാള എടുത്ത് അടിക്കും ഞാൻ. വന്നേ ഇങ്ങോട്ട്. വാ. കണ്ടോ മുതലാളി ഞങ്ങളുടെ ക്യാച്ച്? ചത്തട്ടും പെടക്കണ്ട പോവല്ലേ? മുതലാളിയുടെ മുഖത്ത് സന്തോഷം ഉരുണ്ടു കൊടുത്ത് കണ്ടോ? ശരിയാ മുഴുവൻ തലച്ചാളയാ. പട്ടിക്ക് പോലും വേണ്ടാത്ത മീനും കൊണ്ട് വന്നിരിക്കുന്നു നാറികള്. ഇതിനാണോ ഇത്രയും കാശും ചെലവാക്കി നീയൊക്കെ കടലിൽ പോയത്? കടലിൽ കിടക്കുന്ന മീനല്ല മുതലാളി. ഞങ്ങൾ ഷൂൾ അടിച്ചാ കൂടെ വരില്ലല്ലോ. വലയിൽ കൊടുക്കുന്നല്ല കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിറയെ മീനുള്ളടത്ത് വലയിടണം. അതാണ് ആരെ എന്റെ മിടുക്ക്. ശപ്പന്മാര്. മുതലാളി ശപ്പന്മാരോ? അതാരാ ബോസ്കണ്ണ? മുതലാളിയുടെ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും. ഇനി ആരായാലും നമുക്ക് എന്താ? നമുക്ക് തല്ലി കിട്ടിയാ മതി. ഇത് തലച്ചാളയല്ല, അടിച്ചാളയാ. പിടിച്ചാള. എന്റെ കർത്താവേ, 10-75 ലിറ്റർ മണ്ണെണ്ണ കത്തിച്ച് കടലിൽ പോയിട്ട് എല്ലാരും കൂടെ ആകെ കൊണ്ടുവന്ന ഇതാ. വെള്ളാസേ ഒരു 1200 തുടങ്ങിക്കോ. 1200 ഒരു 2500 തുടങ്ങിയാലേ മുതലാവൂ. വാങ്ങാൻ ആളുണ്ട്. ആര്? ചത്തുപോയ നിന്റെ അപ്പം പ്ലാച്ചോട്ടി മത്തായിയോ? വഞ്ചിയും വലയും വക്കച്ചൻ്റെതാണെങ്കിൽ മീനിന്റെ വിലയും വക്കച്ചൻ തീരുമാനിക്കും. നിനക്ക് മോലാവത്തില്ലെങ്കിൽ നാളെ മുതൽ നീ എന്റെ വഞ്ചിയ പോവണ്ട. അതെ ഒരു കത്തയച്ചാ മതി. മീൻ അഡ്രസ് തപ്പി പിടിച്ച് വീട്ടിലോട്ട് വന്നോളൂ. ഇത് തെമാടിത്തരാം. വെളുപ്പാൻ കാലം മുതൽ കുത്തിയിരുന്നിട്ട് മീൻ തരില്ലാന്ന് വെച്ചാ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ആര് വന്നാലും വക്കച്ച മുതലാളി മരിക്കാൻ പറ്റില്ല. നമ്മുടെ തലയിലെഴുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒടുക്ക എല്ലാരും പട്ടിണി കിടന്ന് ചാവും. നിങ്ങളുടെ ആണുങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചാ പണ്ട് കുറെ ഭരിച്ചതല്ലേ ഈ തുറ. എന്നിട്ടിപ്പോ അവരെവിടെ? മോനച്ചായനും കുട്ടപ്പായും രാവിലെ മുതൽ തുടങ്ങിയ കുടിയാ. ഇനി ഏത് പാതിരാത്രിക്കാണോ എഴിഞ്ഞു വരിക? ചേച്ചിമാരേ, ഒന്നും കിട്ടിയില്ല കേട്ടോ. നമ്മുടെ തങ്കമണി ചേച്ചിയുടെ ചെരുവത്തിന് എന്താണ് ഒരു വളവ്? അത് നിന്റെ വളഞ്ഞ കണ്ണോണ്ട് നോക്കിട്ടാടാ. വെറും കൈയോടെ പോകുമ്പോഴാ അവന്റെ ഒരു കിന്നാരം. ആര് പറഞ്ഞു വെറും കൈയോടെ പോണോന്ന്? ഇവിടെ ആരും വെറും കൈയോടെ പോകരുത്. ഞങ്ങള് സമ്മതിക്കില്ല. ഇഷ്ടം പോലെ മണലല്ലേ കിടക്കുന്നത്. ആവശ്യത്തിന് വാരിക്കൊണ്ട് പൊയ്ക്കോ. മണലിനൊക്കെ ഇപ്പൊ എന്താ വില? എടാ നിന്റെയൊക്കെ മുതലാളിക്ക് ഇപ്പൊ ഞങ്ങളെയൊന്നും കണ്ട ഭാവില്ലല്ലോടാ. അതെ ചേച്ചി, അങ്ങേർക്കൊന്ന് പരസ്യമായിട്ട് കൊഞ്ചാൻ പറ്റുമോ? മുതലാളിയായി പോയില്ലേ? അതാണ് ബുദ്ധിയുള്ളവര് പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്യണോന്ന് കേട്ടോ ചേച്ചി? മീൻ തരാത്ത കാര്യം ഞങ്ങള് പറഞ്ഞത്. മീനായാലും ഇറച്ചിയായാലും കൊടുത്താലല്ലേ കിട്ടൂ. അല്ലേ ബോസ്കണ്ണ? പിന്നെ ക്ഷണിക്കാതെ വന്നാൽ ഉണ്ണാതെ പോവാ. മതിയടാ വർത്താനം. എടാ ബോസ്കോ, എടാ അപ്പച്ചൻകുട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി വക്കച്ച മുതലാളിക്ക് അവസാനം പാട്ടി നടന്നു. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ നേരെ വർത്താനത്തിന് വന്നാലുണ്ടല്ലോ. വർത്താനത്തിന് വന്നാൽ എടി ക്ലാരേ. അയ്യോ ഇവിടെ ഈ പിശാച് കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ പോയില്ലായിരുന്നോ? അണ്ണാ ഇവനും വളച്ചു തുടങ്ങിയോ? അയ്യോ എന്താ ചേച്ചി, ഇന്നും നിനക്ക് നല്ല കോളാണല്ലോ. ബോസ്കണ്ണന്റെ ഒരു ഭാഗ്യം. ഭാര്യമാരായാലും ഇങ്ങനെ തന്നെ വേണം. എടാ അപ്പച്ചൻകുട്ടാ, ശവത്തെ കുത്തല്ലേ കൂട്ടാ. ഹായ് മോളു, ഇന്ന് ചേട്ടൻ വരുമ്പോ കുറച്ച് വൈകുവേ. താൻ വന്നില്ലേലും കുഴപ്പമില്ല. കള്ളും കുടിച്ച് വന്നേക്കരുത്, ഷേപ്പ് ചെയ്യാൻ മാറ്റും. ഓടുന്ന്. അതെ, ഇന്ന് വൈകുന്നേരം ഒരു മരണം ഉണ്ടല്ലോ.
പൂവാടി പെണ്ണെ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ അച്ചപ്പൻ കോലപ്പൻ വട്ടേപ്പൻ ചുട്ടിട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ അച്ചപ്പൻ കോയിലപ്പൻ വട്ടേപ്പൻ ചുട്ടിട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണെ. അങ്ങനെ വക്കച്ചൻ വെറും വെടക്കച്ചനായി. ഇനി അടുത്ത കാലത്തൊന്നും തലപൊക്കത്തില്ല. സന്തോഷമായി കുഞ്ഞുമോനെ. കാലം മാറിയിട്ടും കൂലി മാറിയിട്ടും ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പൊ അറിഞ്ഞു. ഏതായാലും പ്രശ്നം തീരുന്നില്ലല്ലോ. കുഞ്ഞുമോനെ വിലക്കിയിരിക്കല്ലേ. എന്ത് വിലക്കാനെന്താ കുഞ്ഞുമോൻ സിനിമ കാണണ? കുഞ്ഞുമോനെ നിനക്ക് ഇഷ്ടമുള്ള വഞ്ചി പോയിക്കോ. ആരാ വിലക്കാൻ വരുന്നത് നമുക്കൊന്ന് നോക്കാലോ. വേണ്ട തൽക്കാലം ഞാൻ കരയെ തന്നെ നിന്നോളാം. കടലിനെ ശാസിച്ചു നിർത്താൻ കഴിവുണ്ടായിരുന്ന അന്തോണി തരകന്റെ മോനാ നീ പോകണ്ട. കടലമ്മ എല്ലാം ഇവിടെ നിന്ന് കാഴ്ച കൊണ്ടിക്കൊണ്ടു തരും. പക്ഷെ നീ തരകനാകണം. തകരാനോ? നേരത്തെ പറഞ്ഞതാണല്ലോ തരകൻ. അതെ, അന്തോണി ചായനെ പോലെ. അതൊക്കെ പിന്നത്തെ കാര്യം. എന്തിന് പിന്നെ ആക്കണം? നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാ. അന്തോണി ചായൻ എന്റെ കുടുംബത്തിന് ചെയ്ത സഹായത്തിന്റെ ഒരു അംശം പോലും ആവില്ല അത്. ഒരു കൂട്ട ആത്മഹത്യ അതേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അപ്പന് മുമ്പിൽ ഒരു വഴി. പക്ഷെ അന്തോണിച്ചും വിട്ടില്ല, ഏറ്റെടുത്തു എല്ലാം. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത് കുഞ്ഞുമോൻ തരകനാവാൻ? ഒന്നും വേണ്ട, ഈ സ്നേഹം തന്നെ ധാരാളാ. വക്കച്ചന്റെ അടുത്ത നീക്കെന്താന്ന് നോക്കട്ടെ. ഇനി നമ്മളായിട്ട് പുതിയതൊന്നും തുടങ്ങി വെക്കണ്ട. എന്തായാലും കുഞ്ഞോന്റെ വരവോടുകൂടി ഈ തുറയൊന്ന് ഉണർന്നു അല്ലേ? അതെ അതെ. വരാനെന്ന് പറയാൻ എന്തായിരിക്കുന്നത്? ഇവൻ നമ്മുടെ കൊച്ചല്ലേ, നമ്മുടെ അന്തോണിച്ചന്റെ കൊച്ച്. അതെ ചേട്ടായോ, ഇത് കള്ളു തന്നെയാണോ അതോ മലേഷ്യൻ ബേസ് കലക്കിയതാണോ? കുഞ്ഞുമോനെ, ഞങ്ങളോട് ക്ഷമിക്കണം. തെറ്റ് പറ്റിപ്പോയി. ഇനി ഞങ്ങൾ വക്കച്ചനോട് നിൽക്കില്ല. ഞങ്ങളെ കൈവിടരുത്. അതെ, ഞങ്ങളെ കൈവിടല്. ഞാൻ കൈവിടണല്ല, നീ എന്റെ കാലുവിട്. ഇല്ല, ക്ഷമിച്ചെന്ന് പറയാതെ ഞങ്ങൾ വിടില്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. ഇനി കുഞ്ഞുമോനാ ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ ആ വക്കച്ച മുതലാളിയെ തെറി പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി കൊന്നാലും ഞങ്ങൾ തുറക്കാരെ ഒറ്റ കെട്ടാക്കില്ല. എന്ത്? ഒറ്റ പറ്റി കൊടുക്കില്ല. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യ്. ഒറ്റ കൊടുക്കില്ല. നിന്റെ ക്ലാറ്റിമിറ്റി ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. നീ ആ ലേല സ്ഥലത്ത് വെച്ച് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ബോസ്കോണ്ടാ നിനക്കറിയില്ലടാ പട്ടി, ഞങ്ങളുടെ വക്കച്ച മുതലാളി ആരാണെന്ന്. മുതലാളിയോട് കളിച്ചവരാരും ഈ തുറന്ന ജീവനോടെ പോയിട്ടില്ലടാ. നീയൊക്കെ ചാകാൻ വേണ്ടി വന്നാടാ തെണ്ടി. ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചത്. അബദ്ധം പറ്റിപ്പോയി. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കടൽ മമ്മിയാണ് സത്യം. ഒരു മാപ്പ് കൊടുത്തേര് കുഞ്ഞുമോനെ. എന്താടാ ഇത്? OPR, ഒരു ഗതിയും പരഗതിയും കിട്ടാത്തവരുടെ റമ്മ് കൂടെ സോഡ. നമ്മൾ ലിക്കർ കഴിക്കുമ്പോൾ നിർബന്ധമായി സോഡ ഒഴിച്ചിരിക്കണം. കാരണം ആൽക്കഹോൾ ഈസ് കൺസ്യൂമർ ഹെൽത്ത് ഓഫ് ഹെൽത്ത്. യു ആർ എ വെരി ഗുഡ് റാസ്കൽ. താങ്ക് യു. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് വിവരം വെച്ചെന്ന്? തല്ലി മേടിച്ചിട്ടാണ് തിരിച്ചു വന്നല്ലോ. ഇനി ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അശോക, ഓളക്കണ്ടത്തിൽ അഴുക്കുംപൊടിയൊക്കെ ഇവരുടെ ദേഹത്ത് നന്നായിട്ട് കാണും. ഒന്ന് പൊടി തട്ടിയെടുത്തേക്ക്. അശോകനെ, സോഡ വേണോ വെള്ളം വേണോ? താങ്ക് യു. 20 വർഷമായില്ലേ കടലിൽ പോകാൻ തുടങ്ങിയിട്ട്? അതെ, എങ്ങനെ മനസ്സിലായി? വിശ്വാസം അതല്ലേ എല്ലാം.